Hi, this is Ruth from Tijus Academy and welcome back to another video. Today we are going to have a discussion on experimental trials in OET Reading Part C. As we all are aware that OET Reading Part C le ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് research material ആണ് and research material വളരെ important ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് experimental trial. So we are going to discuss on what experimental trials are and the different type of experimental trials. So let's move on to the video. So first, let's understand what experimental trials are. The basic concept of experimental study design is to study the effect of an intervention. ഒരു പുതിയ ഡ്രഗ് അല്ലെങ്കിൽ ഒരു പുതിയ തെറപ്പി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറപ്പി അല്ലെങ്കിൽ ആ ഡ്രഗ് ജനറൽ പബ്ലിക്കിലോട്ട് അവൈലബിൾ ആക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് മാർക്കറ്റിലോട്ട് വരുന്നതിന് മുൻപ് ദാറ്റ് ഡ്രഗ് ഓർ ദാറ്റ് ഇന്റർവെൻഷൻ ഹാസ് ടു ഗോ ത്രൂ എ ക്ലിനിക്കൽ ട്രയൽ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ എഫിഷ്യൻസി ആ ഒരു ഡ്രഗ് സേഫ് ആണോ ആ ഒരു ഡ്രഗ് എഫിഷ്യൻ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ക്ലിനിക്കൽ ട്രയൽസ് നടത്തും. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ക്ലിനിക്കൽ ട്രയൽസ്. In this study design, the risk factor exposure of interest treatment is controlled by the investigator. ആ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്ന റിസർച്ചർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കും ആ സ്റ്റഡി ഡിസൈൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രയൽസിന്റെ ക്രൈറ്റീരിയാസ്, അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ എന്തൊക്കെയായിരിക്കും എക്സ്പോഷർ, അതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്ന റിസർച്ചർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓൾ അബൌട്ട് ക്ലിനിക്കൽ ട്രയൽ. So now let's move on to the types of clinical trials. Randomized controlled trial. What do you mean by randomized? Randomized എന്ന് പറയുമ്പോൾ തന്നെ എയിംലെസ്, യാതൊരു എയിം ഇല്ലാത്തത്. സോ ഈ ഒരു ട്രയലിനകത്ത് ട്രയലിന്റെ പാർട്ടിസിപ്പൻസിനും ട്രയൽ നടത്തുന്ന റിസർച്ചർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററിനും അറിയത്തില്ല ഈ ഒരു പാർട്ടിസിപ്പൻസ് ഏത് ഗ്രൂപ്പിലായിരിക്കും. ബിക്കോസ് ദേ റാൻഡംലി ആണ് പാർട്ടിസിപ്പൻസിന് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പിൽ ഇടാൻ പോകുന്നത് ഇൻ ഓർഡർ ടു ജസ്റ്റ് ചെക്ക് ദി എഫിഷ്യൻസി ഓഫ് ദ ടെസ്റ്റ് ഡ്രഗ്. സോ റാൻഡംലി ആയിരിക്കും, ഒരു എയിം ഇല്ലാതെയാണ് പാർട്ടിസിപ്പൻസിനെ അവർ ഗ്രൂപ്പിലോട്ട് അസൈൻ ചെയ്യുന്നത്. So that is what is all about randomized controlled trial. Now let's move to our second type of clinical trial, that is non-randomized controlled trial. Non-randomized controlled trialന്റെ പേരിൽ തന്നെയുണ്ട്, റാൻഡമൈസിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ എന്തോ നടക്കുന്നത്? In non-randomized controlled trials, participants are allocated into treatment and control arms by the investigator. Investigator ഇവിടെ എയിം വെച്ചിട്ടായിരിക്കും ഓരോ പാർട്ടിസിപ്പൻസിന് ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പിൽ ഇടുന്നത്. ഒരു എയിം വെച്ചിട്ടായിരിക്കും. ഇവിടെ റാൻഡംലി അവർ അസൈൻ ചെയ്യുന്നില്ല, അറിയാതെ അസൈൻ ചെയ്യുന്നില്ല. വളരെ എയിമോടെ ആയിരിക്കും കറക്റ്റ് ആയ ആൾക്കാരെ ട്രീറ്റ്മെന്റ് ഗ്രൂപ്പിലും കറക്റ്റ് ആയ ആൾക്കാരെ കൺട്രോൾ ഗ്രൂപ്പിലും അവർ അസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ പാർട്ടിസിപ്പൻസിനും അറിയാം, ഇവിടെ റിസർച്ചേഴ്സിനും അറിയാം ഒരു പേഷ്യന്റ് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നിരിക്കുന്നത്. It is appropriate to use a non-randomized controlled trial designed when the act of random allocation may reduce the effectiveness of the intervention. നമ്മൾ എപ്പോഴാണ് നോൺ റാൻഡമൈസ് ക്ലിനിക്കൽ ട്രയൽ ഉപയോഗിക്കുന്നത്? റാൻഡമൈസ് ക്ലിനിക്കൽ ട്രയൽ ഉപയോഗിച്ചാൽ ചിലപ്പം ഡ്രഗിന്റെ എഫക്റ്റീവ്നെസ് പ്രൂവ് ആകില്ല എന്ന സാഹചര്യത്തിലാണ് നമ്മൾ നോൺ റാൻഡമൈസ് ക്ലിനിക്കൽ ട്രയൽസ് ഉപയോഗിക്കുന്നത്. സോ നോൺ റാൻഡമൈസ് ക്ലിനിക്കൽ കൺട്രോൾ ട്രയൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Now let's move to our third one, placebo controlled trial. Placebo we all know that is called fake treatment അല്ലെങ്കിൽ fake drug കൊടുത്തിട്ട് അതിന്റെ റിയൽ എഫക്റ്റ് കാണുന്നതാണ് placebo. Okay, a placebo controlled trial also has at least two treatment group. ഇവിടെയും രണ്ട് ഗ്രൂപ്പ് കാണും, ഒരു ട്രീറ്റ്മെന്റ് ഗ്രൂപ്പും ഒരു കൺട്രോൾ ഗ്രൂപ്പും. The experimental treatment is given to one group and placebo is given to the other. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടെസ്റ്റ് ഡ്രഗ്, നമ്മൾ ഉണ്ടാക്കിയ പുതിയൊരു ഡ്രഗ് ട്രീറ്റ്മെന്റ് ഗ്രൂപ്പിലോട്ട് പോകും. പിന്നെ ഒരു കൺട്രോൾ ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ഫേക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റും കൊടുക്കത്തില്ല. അപ്പൊ പ്ലസേബോ കൺട്രോൾ ട്രയലിൽ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പിന് കൊടുക്കാൻ പോകുന്നത് പ്ലസേബോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫേക്ക് ഡ്രഗ് ആയിരിക്കും. A placebo looks exactly like the experimental treatment but contain no active ingredient. ഫേക്ക് മരുന്നാണ്, അതിനകത്ത് യാതൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് കാണത്തില്ല, പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് തോന്നും. ഇൻ ഓർഡർ ടു ജസ്റ്റ് ഡിസ്ഗൈസ്, ആ ഒരു ട്രീറ്റ്മെന്റ് ഡിസ്ഗൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് തോന്നത്തക്ക രീതിയിലുള്ള ഒരു ഫേക്ക് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൺട്രോൾ ഗ്രൂപ്പിനെ കൊടുക്കുന്നത്. People who receive the placebo follow the same steps and receive the same care as people who get the experimental treatment.
രണ്ട് ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ട്രീറ്റ്മെന്റ് ഗ്രൂപ്പിന് നമ്മൾ നമ്മുടെ ടെസ്റ്റ് ഡ്രഗ് കൊടുത്തു, കൺട്രോൾ ഗ്രൂപ്പിന് പ്ലാസേബോ കൊടുത്തു. പ്ലാസേബോ കൊടുക്കുന്നത് സെയിം രീതിയിലാണ്, യാതൊരു വ്യത്യാസം നമ്മൾ കാണിക്കത്തില്ല. ട്രീറ്റ്മെന്റ് ഗ്രൂപ്പിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും നമ്മൾ കൺട്രോൾ ഗ്രൂപ്പിനെയും ട്രീറ്റ് ചെയ്യുന്നത്. Researchers use a placebo to make sure that any effects of a clinical trial treatment they find in the trial are actually caused by the treatment being studied. അപ്പോൾ അവർ ആ ഒരു കൺട്രോൾ ഗ്രൂപ്പിന് ഫേക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് സെയിം രീതിയിലാണ് ട്രീറ്റ്മെന്റ് ഗ്രൂപ്പിനെ ട്രീറ്റ് ചെയ്ത പോലെ തന്നെയായിരിക്കും ഫേക്ക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് അവിടെ കിട്ടുന്ന എഫക്റ്റ് ഇവിടെ കിട്ടുന്ന എഫക്റ്റിനെ കമ്പയർ ചെയ്യുക. So I hope placebo control trial clear ആയിട്ടുണ്ട്. Placebo control trial is nothing, just control trial നമ്മൾ കൊടുക്കുന്ന placebo ഒരു fake treatment കൊടുത്തിട്ട് compare ചെയ്യുകയാണ് നമ്മുടെ treatment group വെച്ച്. So that is all about different types of trial. So I hope this video was useful to you regarding experimental trials and their different types, and we will be discussing few more different types of clinical trials in our next video. Till then, bye. ഉറപ്പാണ് വിജയം.